ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇത്രത്തോളം നമ്മെ അനുഗ്രഹത്തോടെ വഴി നടത്തിയ സർവശക്തനായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നമ്മുടെ ദൈവം നമ്മോട് കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതയാത്രയിൽ പല വിധത്തിലുള്ള തകർച്ചയുടെ അനുഭവങ്ങൾ സംഭവിക്കാമായിരുന്നു. വാഹനം ഓടിക്കുമ്പോഴും ഏതെങ്കിലും ജോലികളിൽ ഏർപ്പെടുമ്പോഴും സുവിശേഷ പ്രവർത്തനങ്ങളിൽ തന്നെ നമ്മൾ വ്യാപൃതരായിരിക്കുമ്പോഴും ഏത് സന്ദർഭത്തിലും നമുക്ക് അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വിശ്വസ്തതയോടെ ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കൾക്കെതിരെ ശത്രു എപ്പോഴും പ്രതിസന്ധികൾ സൃഷ്ടിക്കാറുണ്ട്. അവർ നിരപരാധികളായിരുന്നിട്ടും അവരെ കൊല്ലുക, ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതായിരുന്നു ദുഷ്ടൻ്റെ തന്ത്രം. നമുക്ക് ദാനിയേലിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ 6-ാം അധ്യായത്തിൽ ദാനിയേൽ എന്ന നീതിമാനായ ഒരു നല്ല ദൈവഭക്തനായ മനുഷ്യനെ കാണാം. ആർക്കും ദാനിയേലിനെ കുറിച്ച് ഒരു പരാതിയും പറയുവാനില്ല. തികച്ചും ദൈവസന്നിധിയിൽ നീതിയോടെ ജീവിച്ച ദൈവഭക്തനായ ഒരു മനുഷ്യൻ. താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനായിരുന്നു എന്നുള്ളതാണ് ദാനിയേലിൽ മറ്റുള്ളവർ കണ്ടുപിടിച്ച കുറ്റം. രാജാവിനെ ധിക്കരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ദാര്യാവേശ് രാജാവിൻ്റെ ശിങ്കിടികൾ ദാനിയേലിനെ കൊല്ലുവാൻ പദ്ധതി ഒരുക്കി. അതും വിശന്ന് കിടക്കുന്ന സിംഹങ്ങളുടെ ഗുഹയിലേക്ക് ദാനിയേലിനെ ഇട്ടുകൊടുത്ത് എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ഗൂഢമായ തന്ത്രമാണ് അവർ പ്രയോഗിച്ചത്. രാജാവിന് ഒരിക്കലും ദാനിയേലിനെ സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് ഇട്ടുകൊടുക്കാൻ താല്പര്യമില്ലായിരുന്നു. സ്തോത്രം. എന്നാൽ മറ്റുള്ളവരുടെ താല്പര്യത്തെ മാനിച്ച് രാജാവും തൽക്കാലം അവരോടൊപ്പം ചേർന്ന് ആ തെറ്റായ പ്രവൃത്തി ചെയ്യുവാനിടയായി. എന്നാൽ ദാനിയേലിൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ദാനിയേലിൻ്റെ ഭാഗത്ത് നീതികേടില്ലായിരുന്നുവെന്ന് ദൈവത്തിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ദാനിയേലും ഭയപ്പെട്ടില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ നീതിമാനാണെന്ന് ദാനിയേലിന് ധൈര്യമായി പറയുവാൻ സാധിക്കും. ഒരു മനുഷ്യനോടും ദൈവത്തോടും നീതികേട് പ്രവർത്തിക്കാത്ത ദാനിയേൽ സിംഹത്തെയും ഭയപ്പെട്ടില്ല, മറ്റാരെയും ഭയപ്പെട്ടില്ല. സ്തോത്രം. ദൈവസന്നിധിയിൽ നീതികേട് കാണിക്കാത്ത ഒരു മനുഷ്യനും ഭയപ്പെടേണ്ട കാര്യമില്ല. ധൈര്യമായി ഉറച്ചു നിൽക്കുവാൻ പറ്റും. അവനെതിരായിട്ട് ധാരാളം അപവാദങ്ങളും എല്ലാ കഥകളും പറഞ്ഞു പരത്തി അവനെ താറടിക്കുവാനും അവനെ ഇല്ലായ്മ ചെയ്യുവാനും ദുഷ്ടശക്തി ശ്രമിക്കുമ്പോൾ ഏത് സിംഹത്തിൻ്റെ ഗുഹയിലിട്ടാലും ഏത് അഗ്നിക്ക് അവനെ ഇരയാക്കാമെന്ന് വിചാരിച്ച് തീയുടെ നടുവിലേക്ക് തള്ളിയിട്ടാലും ഇതാ ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് അങ്ങനെയുള്ള തൻ്റെ മക്കളെ വിടുവിക്കുമെന്നുള്ളത് ദാനിയേലിൻ്റെ പുസ്തകം, ദാനിയേലിൻ്റെ ജീവചരിത്രം വായിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാകും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തെ സേവിക്കുന്നതും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതും കുറ്റകരമാകുമെങ്കിൽ മരിക്കാൻ ദാനിയേൽ ഒരുക്കമായിരുന്നു. സ്തോത്രം. ദാനിയേൽ 6-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, ദാനിയേൽ രാജാവിനോട്, രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം
തൻ്റെ ദൂതനെ അയച്ചു അവയുടെ വായ അടച്ചു കളഞ്ഞു. അവൻ്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ. രാജാവേ, തിരുസന്നിധിയിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു. ദാനിയേലിൻ്റെ പ്രാഗൽഭ്യം, കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള ആ ഒരു വലിയ ദാനിയേലിൻ്റെ പ്രാഗൽഭ്യം ധൈര്യത്തോടെ പ്രസ്താവിക്കുവാൻ ഇടയായി. സ്തോത്രം. ആ പ്രസ്താവന ദൈവവും ശരിവെച്ചു, രാജാവും ശരിവെച്ചു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ഇന്ന് വരെ ലോക ചരിത്രത്തിൽ ബുഭക്ഷയോടെ അലറുന്ന ഏതൊരു ജീവിയെയും കണ്ടാൽ ഒറ്റ കടിക്ക് കൊല്ലുന്ന, അതിനെ അകത്താക്കുന്ന സിംഹം എന്ന് പറയുന്ന മൃഗം ഒരു ദാക്ഷിണ്യം ആരോടും കാണിക്കാറില്ല. എന്നാൽ ദൈവം പറഞ്ഞാൽ സിംഹമെന്നല്ല, ഏത് ദുഷ്ടശക്തികളും വാ പൂട്ടി മിണ്ടാതിരിക്കും, അനങ്ങത്തില്ല. ദൈവം വായടച്ച് കളഞ്ഞാൽ ഒരുവൻ്റെയും വാ തുറക്കുകയില്ല. ഒരു നീതിമാനെതിരായും ദുഷ്ടതയുടെ ഒരു വാക്ക് സംസാരിക്കാൻ പോലും ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ജീവനുള്ള ദൈവത്തെ സേവിക്കുന്നതുകൊണ്ട് എന്താ പ്രയോജനം? ദുഷ്ടൻ്റെ ഹൃദയത്തിൽ പല ചിന്തകളുമുണ്ട്. നീതിമാന് വിരോധമായി അവനിടുന്ന് പലവിധമായ പദ്ധതികൾ ഒരുക്കും. കാരണം നീതിമാൻ അവൻ്റെ മുമ്പിൽ ഒരു തടസ്സമാണ്. അവനെ കാണുമ്പോൾ എന്തെന്നില്ലാത്തൊരു വല്ലാത്ത ചിന്തകൾ അവൻ്റെ ഹൃദയത്തിൽ വരും. ഇവനെ എങ്ങനെയും ഉന്മൂലനാശനം ചെയ്യണം, ഇല്ലായ്മ ചെയ്യണം, എങ്കിൽ മാത്രമേ ഞങ്ങളുടെ പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് അവൻ്റെ ചിന്ത. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയിട്ട്, നീതിമാനായി ജീവിച്ചിട്ട്, ദുഷ്ടശക്തികൾക്ക് അടിയറ വെച്ച് പോകേണ്ടതല്ല നമ്മുടെ ജീവിതം. ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയെങ്കിൽ ജീവിതത്തിൽ കുറ്റമില്ല എന്നൊരു ബോധ്യമുണ്ടെങ്കിൽ, ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസ്സാക്ഷി സൂക്ഷിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ധൈര്യമായി ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് സാധിക്കും. ദാനിയേലിൻ്റെ ദൈവം ജീവനുള്ള ദൈവമാണ്. ദാനിയേലിനെ ജീവനോടെ സിംഹക്കുഴിയിൽ നിന്നും ദൈവം രക്ഷിച്ചുവെന്ന് ആ ദാര്യാവേശ് രാജാവ് തന്നെ ലോകത്തോട് വിളിച്ചു പറയുവാനിടയായി. ഇങ്ങനെ വിടുവിക്കുന്ന ഒരു ദൈവം ഭൂലോകത്തിലില്ല. സ്തോത്രം. അതെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ വിടുവിക്കുന്ന ഒരു ദൈവവും ഈ ലോകത്തിൽ വേറെയില്ല. സ്തോത്രം. ജീവനുള്ള ദൈവമായ നമ്മുടെ ദൈവം, സ്തോത്രം, അധർമ്മം പ്രവർത്തിക്കാത്ത, കുറ്റമില്ലാതെ ജീവിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും കാത്തു പരിപാലിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യും. മാത്രമല്ല, ദേശത്ത് ഉന്നതമായ നിലയിൽ അവരെ മാനിക്കുകയും ചെയ്യും. ഇത് ദൈവത്തിൻ്റെ ഉറപ്പാണ്. ദാനിയേലിൻ്റെ ജീവിതം നമ്മുടെ മുമ്പിൽ ഇതാ ഒരു വലിയ സ്തോത്രം മോഡലായിട്ട് നിൽക്കുകയാണ്. സ്തോത്രം. ദാനിയേൽ നമ്മുടെ മുമ്പിൽ റോൾ മോഡലാണ്. നമുക്ക് ഈ ദാനിയേലിനെ പോലെ ജീവിക്കാം. ആരുടെയും മുൻപിൽ ലജ്ജിക്കുവാൻ ഇടയാകാതെ വണ്ണം ദൈവത്തിൻ്റെ സന്നിധിയിൽ നേരോടെ നിൽക്കുവാൻ നമുക്ക് കൃപ പ്രാപിക്കേണ്ടതിന് ദാനിയേലിൻ്റെ ജീവചരിത്രത്തോട് ചേർത്ത് നമ്മുടെ ജീവിതവും എഴുതി ചേർക്കുവാൻ ഓരോ പ്രിയപ്പെട്ട കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട അനുഭവം എല്ലാ പ്രിയപ്പെട്ടവരും ഉണ്ടാകുവാൻ ഞങ്ങളും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ എല്ലാ പ്രാർത്ഥനയും പ്രിയപ്പെട്ടവർ നിങ്ങളോടൊപ്പം ഉണ്ട്. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.